സന്തോഷമായിരുന്നു ഞങ്ങൾ എപ്പോഴും. നല്ല 4 പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഓണായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ആ ദിവസം ആകുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർ അന്യോന്യം എഴുത്തയക്കും. ഇപ്പം എൻ്റെ ചേച്ചി പോയി, ചേട്ടൻ പോയി, അമ്മ പോയി. അമ്മ പോയതോടുകൂടി പിന്നെ ആ സ്നേഹം പോയി. അമ്മയാണല്ലോ നമ്മുടെ എല്ലാം. എന്ത് സാധനം അമ്മ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു പങ്ക് അമ്മേരെ പെട്ടിയിലുണ്ടാവും എനിക്ക് വേണ്ടി. അപ്പോൾ പറയും മകൾക്ക് വേണ്ടി അമ്മ എടുത്തേക്കാനുണ്ട്. സിസ്റ്റേഴ്സ് പറയും അതേടി അവളെൻ്റെ ഒരു മോളല്ലേ, ഞാൻ പ്രോഗ്രാമിന് പോയിട്ടൊക്കെ വരുമ്പോൾ സമയങ്ങൾ കഴിയിടും. അപ്പം അമ്മ അതെടുത്ത് പാകപ്പെടുത്തി തരും. അമ്മ എന്ന് പറയുന്ന ഒരു വസ്തു ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. മാതാവിൻ്റെ കാലിൻ്റെ അടിയിലാണ് നമുക്കുള്ള അനുഗ്രഹം എന്നാണ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. മാതാപിതാ ഗുരു ദൈവം. ദൈവം എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളെ 10 മാസം ചുമന്ന് പറ്റ അമ്മയെ സ്നേഹിക്കുക, അതിന് ശേഷം മതി എന്നെ. ഈ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മ ഏതിന് ശേഷം ഒരു കുറ്റങ്ങളും പറയില്ല. പക്ഷേ നമ്മുടെ മക്കളൊന്നും ഇപ്പോൾ അതല്ല കേട്ടോ. നമ്മളത് ആശിച്ചിട്ട് കാര്യമില്ല. ലോകം പുരോഗമിച്ച് അവർ കാണുന്ന ലോകം വേറെ ഒന്നാണ്, ഞാൻ കണ്ട ലോകം വേറെ ഒന്നാണ്. അപ്പം അതുകൊണ്ട് അതിന് ആഗ്രഹമല്ല. ഞാൻ എൻ്റെ അമ്മേനെ സ്നേഹിച്ചിരുന്നു. ഇന്നും രാത്രി കിടക്കാൻ നേരത്ത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഞാൻ തലേണയിൽ തലവയ്ക്കുള്ളൂ. അതങ്ങനെ ഒരു പാരമ്പര്യം. അന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. എന്തോ മാനസിക എവിടെ പ്രോഗ്രാം കഴിഞ്ഞ് എത്ര നേരമായി കണ്ണടച്ചിട്ടൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആ കർമ്മം ചെയ്തെങ്കിൽ എനിക്കൊരു സമാധാനമുള്ളൂ. ഇന്നും ഞാനത് അനുഷ്ഠിച്ച് പോയിട്ടുണ്ട്.